നമുക്ക് ചേലക്കരയിലേക്ക് പോയാലോ. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, ചേലക്കരയിൽ വൻ വിജയം എന്നതാണ് LDF പറയുന്നത്. 12,201 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തെ എങ്ങനെയാണ് CPM വിശദീകരിക്കുന്നത്? കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിൽ അതിനെ വിലയിരുത്തിയ ഘട്ടത്തിലാണ്. അങ്ങനെയല്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല, ഞങ്ങളേറെ മുന്നിലായിരുന്നു. നമ്മൾ വോട്ടെണ്ണുമ്പോൾ കണ്ടതാണല്ലോ, ഒരു ഘട്ടത്തിൽ പോലും രമ്യ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷം അതിനെ വിലയിരുത്തുന്നത്? സ്മൃതി, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ ചെറുക്കുന്ന ഒരു വിജയമാണ് ഇപ്പോൾ LDF നേടിയിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 5,000-ത്തിന് താഴത്തേക്ക് ഭൂരിപക്ഷം താഴ്ത്താൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞിരുന്നു. അതേസമയം അത് വീണ്ടും 12ലേക്ക് ഉയർത്താൻ ഇപ്പോൾ LDFന് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ K രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 39,000-ഓളം ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും അത്രത്തോളം എത്തിയില്ലെങ്കിൽ പോലും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും എന്ന ഒരു പ്രവചനം അതും അസ്ഥാനത്തായിരിക്കുകയാണ്. നിയമസഭാ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും ആധികാരികമായ ലീഡ് LDFന് നേടാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് LDFിൻ്റെ ഇടത് കോട്ടകളായ വരവൂർ, അതോടൊപ്പം തന്നെ ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്ന് മാത്രം വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് 8,500-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ 4 പഞ്ചായത്തുകളിൽ നിന്നും നേടാൻ കഴിഞ്ഞത്. ഇതിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ BJP 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. മറ്റൊരു പഞ്ചായത്തിൽ പോലും UDFന് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദമടക്കം ഉണ്ടായത്. പക്ഷേ ഇതൊന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP ഇവിടെ വോട്ട് ഉയർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2021 അപേക്ഷിച്ച് 10,000-ഓളം വോട്ടാണ് BJP ഉയർത്തിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ UDFിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നാണ് ഈ വിള്ളലുണ്ടാക്കിയത് എന്ന് നിസ്സംശയം പറയുകയും ചെയ്യാം. പ്രത്യേകിച്ച് പഴയന്നൂർ, അതോടൊപ്പം തന്നെ മുള്ളൂർക്കര അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ BJPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കൂടി BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ DMK സ്ഥാനാർത്ഥി, അതായത് DMK സ്ഥാനാർത്ഥി 4,000-ഓളം വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ പിടിക്കുകയും ചെയ്തു. ഇതും UDFിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നാണ് ഈ വിള്ളലുണ്ടാക്കിയത് എന്നതും നിസ്സംശയം പറയാം. അത്തരത്തിൽ നേരത്തെ പ്രവചിക്കാൻ കഴിയാത്ത പല പ്രതിസന്ധികളും ഇത്തവണ UDFിനുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, എതിർപ്പുകൾ ഉയരുന്നുണ്ട്. ഇതും വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും UR പ്രദീപ് 2016 നേടിയത് 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അത് വീണ്ടും ഉയർത്തി 12,201 എന്ന സംഖ്യയിലേക്ക് എത്തിക്കാൻ UR പ്രദീപിന് കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തിരഞ്ഞെടുപ്പിനൊക്കെ ഇന്ധനം നൽകാവുന്ന ഒരു വിജയമായിട്ടാണ് ഇതിനെ ഇടതുപക്ഷം കണക്കാക്കുന്നത്. എന്തായാലും ചേലക്കര തുടർച്ചയായി 7ാം തവണയും ഇടതുപക്ഷം ചേലക്കരയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. സ്മൃതി.